ഇന്ന് ലോകം മുഴുവനും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരാ. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്ത എന്താണ്? ജർമ്മനിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, US-ൽ നിന്ന്, UK-യിൽ നിന്ന്, ലോകത്തുള്ള വിവിധങ്ങളായ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ നിന്ന്, ആരാധനാലയങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ നിന്ന്, പബ്ലിക് സ്ഥലങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിയുടെ, മഹാസ്ഫോടനങ്ങളുടെ, ചാവേറുകളുടെ, ബോംബേറുകളുടെ, ആക്രമണങ്ങളുടെ നിഷ്ഠൂരമായ വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു ഭാഗത്ത് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴേക്ക് മറുഭാഗത്തൊരു മുസ്ലിം സംഘടനയുടെ പേരാ പറയുന്നത്. ഒരു ഭാഗത്തൊരു സ്ഫോടനം നടക്കുമ്പോഴേക്ക് മീഡിയകൾക്ക് മുഴുവനും പറയാനുള്ളത് ഇസ്ലാമിന്റെ പേരാ. 17കാരൻ പൊട്ടിത്തെറിച്ചു, 18കാരൻ ചാവേറായി, 20കാരൻ സ്ഫോടനം നടത്തി, അപ്പുറത്തുള്ളവൻ നശീകരണം നടത്തി. ഇസ്ലാമിന്റെ പേരിലുള്ള യുവാക്കളെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ലോകത്തുള്ള വിവിധങ്ങളായ വായനകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് ഞാനും നിങ്ങളും ചില തിരിച്ചറിവുകൾ നേടേണ്ടതുണ്ട്. ഒന്നാമത്തത് എന്താണ്? അള്ളാഹുവിന്റെ പവിത്രമായ ദീൻ ശരിയായി ഇവിടെ വായിക്കപ്പെടാൻ അവസരം ലഭിക്കുന്നില്ല എന്നതൊരു ദുരന്തമാണ്. ഒട്ടുമുക്കാലുള്ള സ്ഫോടനങ്ങളിൽ മുസ്ലിങ്ങൾ ആരോപിക്കപ്പെടുകയാണ്. ജൂതന്മാരുടെ നിഷ്ഠൂരമായ ചിന്തകളിലൂടെ മുസ്ലിം ലോകത്തെ ഇരകളാക്കി അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. ഒരു ഭാഗത്ത് അങ്ങനെയാണ് നടക്കുന്നത്, ഒരു ഭാഗം അങ്ങനെയാണ്. പല സംഘടനയുടെയും പേരിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക സ്റ്റേറ്റും എല്ലാം അവതരിപ്പിച്ചിട്ട് അവസാനമതാ ഇസ്രയേൽ എന്ന് പറയുന്ന പിശാചുക്കളുടെ നാട്ടിൽ നിന്നുണ്ടായ നിഷ്ഠൂരമായ ചിന്തകളുടെ ഫലമാണ് എന്നാണ് അവസാനം അറിയാൻ കഴിയുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ. ഇരകളുടെയും പ്രതികളുടെയും പക്ഷത്താണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഒരേ സമയം തന്നെ ലോകത്ത് ഇരകളും പ്രതികളുമായി മാറുകയാണ്. കാരണം ഇസ്ലാമിനെ ആയുധമാക്കിയിട്ട് ലോകത്തെ മുഴുവനും അസമാധാനമുണ്ടാക്കി പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റായി വായിക്കാൻ കാരണമാക്കുന്ന ജൂത പരിശുകളോ അല്ലെങ്കിൽ തൽപര ചിന്താഗതിക്കാരോ. ഒരു ഭാഗം അങ്ങനെയാണ്. മറ്റൊരു ഭാഗം എവിടെയാണ്? ആത്മീയമായ ഇസ്ലാമിനെ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയമായ ഇസ്ലാമിനെ കടന്നു വരികയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ മൂല്യങ്ങളെയും മതപണ്ഡിതന്മാരെയും മതചിഹ്നങ്ങളെയും കശാപ്പ് ചെയ്തു കളയാൻ അനുവദനീയമാണെന്ന ചിന്തയാണ് ഈ മുസ്ലിം ലോകത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം, ഒന്ന് സ്പിരിച്വൽ ഇസ്ലാം. മുഗളന്മാർ ഇന്ത്യയിലേക്ക് വന്നത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റൈൽ ഓഫ് ഇൻവേഷനിലൂടെയാണ്. അതിൽ സംഘടന ഉണ്ടാവാം, യുദ്ധങ്ങൾ ഉണ്ടാവാം, പോരാട്ടങ്ങൾ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. ഈ രാജ്യത്തെ ഭരണത്തിന് വേണ്ടിയായിരുന്നു മുഗളന്മാർ വന്നത്. എന്നാലും ഇവിടെ വന്ന മറ്റു വൈദേശിക ശക്തികളെ പോലെ ക്രൂരന്മാരായിരുന്നില്ല എന്ന് ലോകത്തുള്ള എല്ലാ ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ഇസ്ലാം ഇവിടെ വന്നത് മുഗളന്മാരിലൂടെയാണോ? അല്ല. പാൽപുഞ്ചിരിയുമായി വന്ന ആത്മീയ ഇസ്ലാമിന്റെ നേതാക്കളായ മഹാന്മാരായ സ്വഹാബത്തിലൂടെയാണ് ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പും ഇവിടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ശിഷ്യന്മാർ ഇവിടെ ഉണ്ടാകാം. എന്നാൽ ലോകഗുരുവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ശരീഅത്ത് കേരളത്തിലേക്ക് വരുന്നത് ഒരു ഭരണകക്ഷിയിലൂടെയല്ല, ഒരു രാഷ്ട്രീയ കടന്നുകയറ്റത്തിലൂടെയല്ല, ഒരു രാഷ്ട്രീയ സന്നിവേശത്തിലൂടെയല്ല. മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നിറങ്ങി അവരുടെ വചനങ്ങളിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെയും അവരുടെ വചനങ്ങളിൽ വിരിഞ്ഞ സൗകുമാര്യതയുടെയും അവരുടെ പെരുമാറ്റത്തിൽ വിടർന്നു കണ്ട സാഹോദര്യത്തിന്റെയും മനോഹരമായ ചിത്രത്തിലൂടെയാണ്, ഒരു സംഗീതം പോലെയാണ് ഇസ്ലാം കേരളത്തിലേക്ക് വന്നത്. ഒരു സംഗീതം പോലെയാണ് ഇസ്ലാം വന്നത്, മനോഹരമായൊരു സംഗീതം. അങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നത്.
അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായ കടന്നുകയറ്റത്തിലൂടെയല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളും 12 പേരും കേരളത്തിന്റെ മണ്ണിലിറങ്ങുമ്പോൾ അവര് സായുധരായി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരല്ല, പിടിച്ചടക്കാൻ വേണ്ടി വന്ന സാമ്രാട്ടുക്കളല്ല. അവരെ പരസ്യമായി ഒന്ന് ജീവിച്ച് കാണിക്കാൻ വേണ്ടി വന്ന മഹത്തുക്കളാണ്. ആ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ് ഇവിടെയുള്ള പരകോടികൾ. ആ പരകോടികൾ സംഗീതം പോലെ ഒഴുകുന്ന ഇസ്ലാമിന്റെ ശോഭനമായ ജീവിതത്തെയാണ് മാലിക് ഇബ്നു ദീനാർ തങ്ങളിലൂടെ അറിയുന്നത്. അജ്മീറിൽ വിശ്രമിക്കുന്ന ഖാജ മൊയ്നുദ്ദീൻ തങ്ങളിലൂടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ആളുകൾ അറിയുന്ന ഇസ്ലാം ഏതാണ്? അത് പവിത്രമായ ആത്മീയ ഇസ്ലാമാണ്. അവിടെ കടിപിടികളില്ല, കലാപങ്ങളില്ല, കാലുഷ്യങ്ങളില്ല, കനൽക്കടകളില്ല. അവിടെ സായുധ പ്രയോഗങ്ങളില്ല, ആയുധ പെരുമാറ്റങ്ങളില്ല. അവിടെ അധികാര വടംവലികളില്ല. അവര് ജീവിച്ചു കാണിക്കാൻ വേണ്ടി വന്ന മാതൃകകളാണ്. ഖാജ മൊയ്നുദ്ദീനിനെ പത്തർ സെ ജബ് സദാ ഹയ്യ അലസ്സലാത്തി ഹയ്യ അലൽ ഫലാഹ്. ഇതുപോലെയാണ് ലോകത്ത് മുഴുവനും ഇസ്ലാം എത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ്, അതും പവിത്രമായ റമളാനിലെ വിശുദ്ധമായ രാവുകൾ പകലുകളിൽ വിശ്വാസി കോടികൾ റബ്ബിലേക്ക് മനസ്സു ചേർത്ത് വെക്കുമ്പോഴാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഹൃദയത്തിന്റെ തലസ്ഥാനമായ മദീന ഷരീഫിൽ നിന്ന് അതാ ചാവേറിന്റെ സ്ഫോടനത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്, കേൾക്കുകയാണ്, വിഷ്വൽ മീഡിയകളിലൂടെ കാണുകയാണ്. ലോകത്ത് പറയുന്നത് എന്താ? ഇസ്ലാമിക തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദി മദീനയിൽ ആക്രമണം നടത്തി എന്ന് പറയുമ്പോ ഈമാനുള്ള സഹോദര, മദീന എന്താണ്? മദീനയെ കുറിച്ച് അറിയുന്നവർക്ക് എങ്ങനെയാണ് ഇത് വായിക്കാനാവുക? ഒരു യഥാർത്ഥ വിശ്വാസി മദീനയിലൂടെ നടക്കുമ്പോ തന്റെ കാൽപെരുമാറ്റം പോലും ഒരു ശബ്ദമുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ. മദീനത്ത് ബോംബിടല്ല, മദീനത്ത് പടക്കം പൊട്ടിക്കല്ല, മദീനത്ത് കൂടി നടക്കുമ്പോ എന്റെ കാൽ പെരുമാറ്റത്തിൽ നിന്ന് ചെരുപ്പ് വന്നിട്ട് എന്റെ കാലിലേക്ക് അടിക്കുന്ന ശബ്ദം പോലും മദീനത്തുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് എങ്ങനെയാ മദീനത്ത് സ്ഫോടനം നടത്താനാവുക? ഇത് കേവലമായ ഒരു അലങ്കാര പ്രയോഗമല്ല. 40 കൊല്ലം മദീനയുടെ മഹനീയമായ ആത്മീയ തലസ്ഥാനത്ത് ദർസ് നടത്തിയ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 40 കൊല്ലവും മദീനത്തിന്റെ മണ്ണിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിച്ചില്ല. മഹാനവറുകളിരിക്കുന്ന വാഹനത്തിന്റെ കുളമ്പടി മദീനയുടെ മണ്ണിൽ പാടില്ല. അതുകൊണ്ടല്ലേ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയെങ്കിലും ഒരിക്കൽ പോലും വാഹനപ്പുറത്ത് മദീനയുടെ അതിർത്തിക്കുള്ളിൽ സഞ്ചരിച്ചില്ല. അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആത്മീയ വശം. അതിന്റെ അനുയായികൾക്ക് ആ മദീനയിൽ പ്രശ്നം ഉണ്ടാക്കാനാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മദീനയിൽ അനിഷ്ട സംഭവം ഉണ്ടാക്കിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ട്. അല്ലാഹുവിന്റെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം ഏറ്റുവാങ്ങാനുള്ള കാര്യം മദീനയ്ക്ക് ഉചിതമല്ലാത്തൊരു കാര്യം ചെയ്യുന്നവൻ, അവന്റെ മേൽ ശാപമുണ്ടെന്ന് ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കെ, ഒരു മുഅ്മിനായ മനുഷ്യന്, ഒരു മുസ്ലിമായ മനുഷ്യന് മദീനത്ത് സ്ഫോടനം നടത്താനാകുമോ?
അപ്പോഴൊന്നുകില്ല മദീനയിൽ സ്ഫോടനം നടത്തിയതാരാണ്? ഏതോ ഒരു ജൂത പരിശ ഇസ്ലാമിന്റെ പേരിൽ നടത്തിയ സ്ഫോടനമാണ് എന്ന് നമുക്കൊരു ഭാഗത്ത് പറയാൻ പറ്റും. കാരണം എന്തേ? ജമീൻ മേ ഓ മുഹമ്മദ് ഹേ ഓ അഹ്മദ് ആസമാനോ മേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ. ഈ ഭൂമി ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദാണ്. ഓ അഹ്മദ് ആസമാനോ മേ. വാനലോകത്ത് അവിടുന്ന് അഹ്മദാണ്. മദീന രാജധാനി ഹേ. മദീന എന്ന് പറയുന്നത് തലസ്ഥാനമാണ്. ദോ ആലം പർ ഹുകൂമത്ത് ഹേ. അത് രണ്ട് ലോകത്തിന്റെയും തലസ്ഥാനമാണ്. ഈ ഭൂമി ലോകത്തിന്റെ തലസ്ഥാനം മാത്രമല്ല, വാനലോകത്തെയും ഉപരിലോകത്തെയും ആത്മീയ ലോകത്തെയും തലസ്ഥാനമാണ് മദീന. ഒരു വിശ്വാസിക്ക് മദീനയിൽ സ്ഫോടനം ചിന്തിക്കാനാകുമോ? ഏതുവരെ എന്നറിയുമോ? മദീനയിൽ ദർസ് നടത്തുന്ന കാലം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ രാജ്യത്തിന്റെ ഭരണാധികാരി പള്ളിയുടെ ഒരു മൂലയിൽ വന്ന് അല്പമൊന്ന് ശബ്ദമുയർത്തിയിട്ട് ഓർഡർ ഇട്ടപ്പോ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ഇവിടെ ശബ്ദമുയർത്താൻ പാടില്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയാണ്, ഇത് ഭരണാധികാരിയുടെ ഓർഡർ കൊണ്ട് ശബ്ദമുയർത്തേണ്ടതല്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. അങ്ങനെയുള്ള മദീനയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ലോകത്തെ വാർത്തകൾ വായിക്കുന്നവരെ, മദീനയിൽ ഒന്നുകിൽ സ്ഫോടനം നടത്തിയതാരാണ്? അതാ ജൂത പരിശകളോ മറ്റേതെങ്കിലും പാശ്ചാത്യ ദുർലോഭികളോ ആണ്. അല്ലെങ്കിലോ മഹാന്മാരെ ആദരിക്കേണ്ടതില്ല, അമ്പിയാക്കന്മാർക്ക് പുണ്യം കൽപ്പിക്കേണ്ടതില്ല, അധികാരം കിട്ടിയാൽ പച്ചക്കുബ്ബ തകർത്തുകളയും, അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മഹത്വം ഇല്ല എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം. ഒന്നുകിൽ അതായിരിക്കാം, അത് യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖമല്ല. എവിടെയൊക്കെയാണോ പാരമ്പര്യ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞത് അവിടെയെല്ലാം ഇസ്ലാമിന്റെ വിലാസം നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്തത്. നാം ഇത് വ്യക്തമായും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളും സൂഫി വര്യന്മാരായ പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തന്ന ഇസ്ലാം ഏത് ഇസ്ലാമാണ്? മദീനയിൽ ഒരു അപശബ്ദവും ഉണ്ടാകരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ്. അതേ സമയത്ത് അതേ മദീനയിൽ തന്നെ ഇസ്ലാമിന്റെ പേരിൽ ചില ആളുകൾ സ്വഹാബത്തിന്റെ ഖബർ തകർത്തിട്ടുണ്ട്, മുൻഗാമികളുടെ മഹനീയമായ മഖബറുകൾ തച്ചു പൊടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഇസ്ലാമിന്റെ പേരിൽ പലരും പറയുന്നുണ്ട്. അവർക്ക് മദീനയിൽ സ്ഫോടനം നടത്തുന്നത് പുതിയ കാര്യമല്ല. ഹിജാസ് ആക്രമിക്കുകയും മദീന ആക്രമിക്കുകയും ജന്നത്തുൽ ബഖീൽ സ്വഹാബത്തിന്റെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും സ്വാലിഹാത്തുകളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ മഖബറ തച്ചു പൊടിച്ച് തകർത്ത് കളഞ്ഞിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്മേൽ മാലിന്യം പുരട്ടിയ ആളുകൾക്ക് ഇസ്ലാമിന്റെ പേരിൽ ലോകത്തറിയപ്പെടുന്നവരുണ്ട്. അവരുടെ ആളുകൾ ചിലപ്പോൾ ചെയ്തേക്കാം, പക്ഷേ നോട്ട് റിയൽ ഇസ്ലാം. അത് യഥാർത്ഥ ഇസ്ലാം അല്ല. അവർക്ക് ഇസ്ലാമിനെ അറിയില്ല. അവർക്ക് ഇസ്ലാമിനെ അറിയില്ല. ഇംഗ്ലണ്ടിൽ പഠിച്ച് ഇന്ത്യൻ വംശജനായ പിതാവിൽ ജനിച്ച് പാകിസ്ഥാനിൽ കഴിയുന്ന പിതാവിനെ തേടിയിട്ട് ഇറങ്ങിയ ഒരു പത്രപ്രവർത്തകന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അയാളുടെ വാപ്പ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്ന വാദങ്ങളെ കളിയാക്കിയിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. DC പ്രസിദ്ധീകരിച്ച വിശാലമായ ഒരു പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് വായിക്കാം.
എന്റെ വാപ്പ പറയുന്നത് ഇസ്ലാമികമായ ഒരുപാട് അവകാശവാദങ്ങൾ അയാൾ ഉന്നയിക്കുന്നു. പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല, ഇസ്ലാമികമായ നിഷ്ഠയില്ല, ഖുർആനിനോട് ബന്ധമില്ല. എന്നിട്ട് എന്റെ വാപ്പയും പറയുന്നത് അയാൾ ഇസ്ലാമിസ്റ്റാണെന്നാണ്. ഇതുപോലെ ഒരുപാട് ആധുനിക ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ വലയിൽ കുടുങ്ങല്ലേ. ജിഹാദ് എന്ന് പറയുന്ന വാക്കിനെ ലോകത്ത് തെറ്റിദ്ധരിപ്പിച്ചതിൽ പരിഷ്കൃത ഇസ്ലാമിന്റെ ആളുകൾക്കാണ് വലിയ പങ്കുള്ളത്. പരിഷ്കൃത ഇസ്ലാമിന്റെ ആളുകൾ പാരമ്പര്യ ഇസ്ലാമി ജിഹാദ് അതിന്റെ ടേംസ് അതെല്ലാം കൃത്യമായിട്ട് ഇവിടെ ശരിയായ രീതിയിൽ ലോകത്തോട് സംവദിപ്പിച്ചു. അതുകൊണ്ടാണ് ചിലപ്പോൾ ഖാജ മൊയ്നുദ്ദീൻ തങ്ങൾ ആ മഖാമിലേക്ക് എല്ലാ മതക്കാരും വരും. വലിയ വിചിത്രമായ ഒരു രംഗാണ്. കാരണം എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ഇവിടെ സത്യം വെളിപ്പെട്ടിരിക്കുന്നു. ശരിയേത് തെറ്റേതെന്ന് വ്യക്തമാക്കി നിങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ മതത്തിന്മേൽ ബലാത്കാരമില്ല. ഖാജ മൊയ്നുദ്ദീൻ തങ്ങളെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ അറിഞ്ഞു, അവർ ഇസ്ലാമിലേക്ക് വന്നു. അപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ ഖാജ മൊയ്നുദ്ദീൻ തങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിലുണ്ടാവും ഒരു ഹൈന്ദവ സഹോദരൻ. കാരണം എന്താ? അയാൾക്ക് ഇസ്ലാമിനെ വ്യക്തമാക്കിയിട്ടും അയാൾക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഹിദായത്ത് കിട്ടാത്ത ആൾക്ക് ബലാത്കാരമൊന്നുമില്ല. ഇവിടെ അയാൾക്ക് മാനുഷികമായ പരിഗണനയുണ്ട്, അയാൾക്ക് സൗഹൃദപരമായ പരിഗണനയുണ്ട്. ഇസ്ലാമിനെ അറിഞ്ഞ 10,000-കണക്കിന് ശിഷ്യന്മാരുള്ളപ്പോഴും ചിലപ്പോൾ ഇസ്ലാമിനെ കേട്ടിട്ടും ഹിദായത്ത് കിട്ടാത്ത ഹൈന്ദവ സഹോദരന്മാരോ ഇതര മതക്കാരോ ഉണ്ടാവും. മഹാനായ പീർ, ബാബ, വലിയുല്ലാഹി തുടങ്ങിയുള്ള ആളുകൾക്കൊക്കെ സേവനം ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. കാരണം എന്താ? അവരോട് മനുഷ്യത്വപരമായി പെരുമാറാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ പെരുമാറി. നീ ഇസ്ലാമിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചാൽ നിന്റെ മനുഷ്യാവകാശത്തെ നിഷേധിച്ചുകൂടാ. അങ്ങനെ കുറെ മഹാന്മാരായ ഔലിയാക്കളുടെ കൂടെ ഉണ്ടാവും. അവരെ കണ്ടിട്ട് കോടാനുകോടി ആളുകൾ ഇസ്ലാമായപ്പോഴുണ്ടാവും. മറ്റു മതക്കാരായ ആളുകൾ പരിചരണ വൃത്തിക്കും സേവനത്തിനൊക്കെ ഉണ്ടാവും. അത് ലോക ചരിത്രം പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ശരിയായ ഇസ്ലാമിന്റെ ആവിഷ്കാരം, അവതരണം. അതാണ് ശരിയായ ഇസ്ലാമിന്റെ അവതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂത സഹോദരന്മാരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി. അവരുടെ മുമ്പിൽ ഇസ്ലാം അവതരിപ്പിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല എന്നത് അവരുടെ ഇടയിലുള്ള ഇടപാടിന് തടസ്സമായിരുന്നില്ല. ഒരുപാട് ചിത്രങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇസ്ലാമിനെ വ്യക്തമായി അവതരിപ്പിക്കുക, അതിന്റെ ശോഭയിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേ സമയത്ത് ഇസ്ലാമിനെ പുൽകാൻ അവസരം കിട്ടാത്ത ആളുകളും ഉണ്ടാവാം. എല്ലാ മനുഷ്യരോടും മാനുഷികമായി പെരുമാറാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇവിടെ മർദ്ദനങ്ങളോ പീഡനങ്ങളോ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്നത് ഒന്നുകിൽ ഏതോ ചില ദുരൂഹ ശക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ തെറ്റായി അവതരിപ്പിച്ചവരാകാം. അതുകൊണ്ട് നാം ശരി അറിയേണ്ടവരാണ്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നിലപാടുകൾ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുമ്പോഴാണ് എവിടെയെല്ലാമാണ് റബ്ബേ സ്ഫോടനങ്ങൾ നടക്കുന്നത്. ഓരോ ദിവസത്തെ പത്രവും നമ്മെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒരു ബാധ്യതയുണ്ട്. ഇസ്ലാമിനെ തെറ്റില്ലാതെ അവതരിപ്പിക്കലാണ്. താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ വലിച്ചഴയ്ക്കാതെ അല്ലാഹ് എന്ന ചിന്തയിലായി കഴിയലാണ്. നമ്മൾ ഭൗതിക താല്പര്യത്തിന് വേണ്ടി മതത്തെ എവിടെ വിനിയോഗിച്ചുവോ അവിടെയെല്ലാം നമ്മൾ പ്രതിക്കൂട്ടിലാവുകയാകും അതിന്റെ പരിണിതി ഫലം. അതുകൊണ്ട് നാം ഓരോരുത്തരും ആലോചനയോടെ നീങ്ങേണ്ടതാണ്. അല്ലാഹ് എന്ന ചിന്തയിലൂടെ മാത്രമാണ് ആരാധനകൾ സമ്പൂർണമാകുന്നത്. അല്ലാഹ് എന്ന ചിന്തയിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവും സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവും
അവരുടെ കൂട്ടുകാരുമായി ഇങ്ങനെ ഹജ്ജിന്റെ യാത്രയിലാണ്. ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു സുലൈമാൻ ഇബ്നു യസാർ തങ്ങളും കൂട്ടുകാരും ഒരുമിച്ചിങ്ങനെ ഹജ്ജിന്റെ വേളയിൽ യാത്ര ചെയ്യുകയാണ്. അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അതാ സുലൈമാൻ ഇബ്നു യസാർ തങ്ങളും കൂട്ടുകാരും പറഞ്ഞു, ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഇബ്നു യസാർ എന്നവർ മാത്രം അവിടെ മരുഭൂമിയിൽ ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തോന്നി, എന്തിനാണ് ഞാൻ ഈ വെറുതെ നിൽക്കുന്നത്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിൽക്കാം. നമ്മൾ ഇന്ന് ടൈം പാസ് ചെയ്യുന്നവരാ. ഒരു വിശ്വാസിക്ക് ടൈം പാസ് ഉണ്ടാവില്ല. ഒരു വിശ്വാസിക്ക് ടൈം പാസ് ഉണ്ടാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മൂലധനം ഇവിടുത്തെ സമയം മാത്രമാണ്. ഈ സമയം കൊണ്ടാണ് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളത്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. യുവത്വത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള സമയം അല്ലാഹുവിന്റെ പ്രീതിയിൽ ചെലവഴിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങളുടെ ലോകമാണ് വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പറയട്ടെ, ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, എന്തിനാണ് വെറുതെ നിൽക്കുന്നത്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാം. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുകയാണ്. ഏറെ നേരത്തെ നിസ്കാരം കഴിയുമ്പോൾ അതാ സുന്ദരിയായ ഒരു പെണ്ണ് അവിടേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, പല പ്രഭാഷണങ്ങളുടെ ഈ സീഡികൾ നിങ്ങൾക്ക് ലഭിക്കും. അതിലെ 15 മണിക്കൂർ പ്രസംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനങ്ങൾ, എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകി അതിന്റെ പ്രവചനവും പുലർച്ചെയും പറയുന്ന 15 മണിക്കൂർ പ്രഭാഷണത്തിന്റെ സീഡി ഉണ്ടാവും. അതുപോലെ പല വിഷയങ്ങളുണ്ട്. കഴിവുള്ളവരൊക്കെ വാങ്ങി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ മഹാനായ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. സുന്ദരിയായ ഒരു പെണ്ണ് മഹാനവറുകളുടെ അടുക്കലേക്ക് വരുന്നു. ഒരു സ്ത്രീ ഒന്നുമല്ലോ, അവരെന്തെങ്കിലും ആവശ്യം തേടിയിട്ട് വന്നതാകാം എന്ന നിലക്ക് മഹാനവറുകൾ നിസ്കാരം ലഘൂകരിച്ച് സലാം വീട്ടിയിട്ട് അവരോട് ചോദിക്കുകയാണ്, അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉടനെ ആ യുവതി സുന്ദരിയായ ബദവി സ്ത്രീ പറയുകയാണ്, എനിക്ക് വേറൊരാവശ്യവും നിങ്ങൾ നിറവേറ്റി തരണ്ട, നിങ്ങൾക്കെന്നെ ഉപയോഗിക്കാം. ലാ ബഅലലി, ഞാൻ ഭർത്താവില്ലാത്ത പെണ്ണാണ്, നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാം. അപ്പോഴാണ് മഹാനായ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, മൂന്നാമതൊരാൾ അവിടെ കാണാനില്ല, അനുകൂലമായ സാഹചര്യമാണ്, ഇവൾ സ്വന്തം മനസ്സാലെ വന്നതാണ്, വേണമെങ്കിൽ അവളെ ഉപയോഗിക്കാം, വിനിയോഗിക്കാം. പക്ഷേ തങ്ങൾ അങ്ങനെയല്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്. അതെന്താണ്? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. അല്ലാഹ് എന്ന വിചാരം ഉള്ളിൽ കിടന്ന് തിളയ്ക്കുകയാണ്. അല്ല മോളെ, എന്നെ നരകത്തിലിട്ട് കത്തിക്കല്ലേ മോളെ, നിന്നെയും നരകത്തിന്റെ വിറകാക്കല്ലേ മോളെ. അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ പെണ്ണ് അല്പനേരം അങ്ങ് വിസമ്മതിച്ചു നിന്നെങ്കിലും
തങ്ങൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുകയാണ്. ഒരു പെണ്ണ് ആലോചിച്ചു അല്ല, അനുകൂലമായ സാഹചര്യത്തിൽ ശരീരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ കരയുകയാണോ എന്നാലോചിച്ച് ഈ സ്ത്രീയും ഇരുന്ന് കരയുകയാണ്. രണ്ടുപേരും രണ്ടു ഭാഗത്തിരുന്ന് കരയുകയാണ്. തങ്ങളുടെ മനസ്സ് ചേർന്ന് നിൽക്കുന്നത് എവിടെയാണ്? അല്ലാഹ്, ഖാലിഖായ റബ്ബേ, നിന്നെ പേടിച്ചിട്ട് വയ്യാ. ഉമ്മമാരെ, പെങ്ങന്മാരെ, കലാലയത്തിന്റെ നാലുപാടുകളിലേക്ക് പെൺമക്കളെ പറഞ്ഞു വിട്ടിട്ട് അരുതായ്മകളുടെ കേളീരംഗത്ത് കിടന്ന് കൂത്താടുന്ന പുതിയ ജനതയോട് നമ്മുടെ മക്കളുടെ മനസ്സിൽ അല്ലാഹ് എന്നടയാളപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോ? അല്ലാഹും ഇല്ല, റസൂലും ഇല്ല, ദീനും ഇല്ല, ഇസ്ലാമും ഇല്ല, ഖുർആനും ഇല്ല, ചിന്തയില്ല, ഈ ആത്മീയമായ വിചാരങ്ങളെല്ലാം പോയി. ഭൗതികമായ പരിപ്രേക്ഷ്യങ്ങളുടെ അടിമകളായി മാറി. നമ്മുടെ ഈ സമുദായത്തിന്റെ യുവതികളും യുവാക്കന്മാരും കലാലയ പരിസരങ്ങളിൽ നിന്ന് തോന്നിവാസങ്ങളുടെ അടിമകളായി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് എത്രയോ കലാലയ പരിസരങ്ങളിൽ ഭ്രൂണഹത്യകളുടെയും ഗർഭഛിദ്രങ്ങളുടെയും അടങ്ങാത്ത കഥകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയും പീഡനം, എവിടെയും മർദ്ദനം. എത്ര വികൃതമായ പ്രശ്നങ്ങളാ. ഇപ്പൊ അതൊക്കെ സിംപ്ലിഫൈ ചെയ്തു. ഒരു പ്രശ്നമല്ല. ഒരു പെണ്ണിനെ കുത്തിക്കൊല്ലുക, ഒരു പെണ്ണിനെ വെട്ടിക്കീറുക, ഒരു പെണ്ണിനെ തുണ്ടാക്കുക, ഒരു പെണ്ണിനെ കൊന്നുകളയുക, ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തടയുന്നവരെ മർദ്ദിക്കുക. ഇതൊക്കെ നിത്യവാർത്തയായി. ഇപ്പൊ ന്യൂസ് അല്ല. ന്യൂസ് ആവണമെങ്കിൽ സംതിങ് ന്യൂ ആവണം. പുതുമയില്ല. പുതുമയുള്ളതിനെ വാർത്ത എന്ന് പറയാൻ പറ്റൂ. പുതുമയില്ലാതായിരിക്കുകയാണ്. ഇന്നെല്ലാം എല്ലാ ഗ്രാമാന്തരങ്ങളും ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് സ്ത്രീ പീഡനങ്ങൾ എന്ന് പറയാനല്ല, നമ്മുടെ സദാചാര ബോധം മുഴുവനും നഷ്ടമായിരിക്കുകയാണ്. ഇന്നെവിടെയാണ് പെൺകുട്ടികൾക്ക് സദാചാരത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാട്? ഇന്നെല്ലായിടത്തും അനാശാസ്യതകൾ വിളയാടുകയാണ്. ആളുകളുടെ മനസ്സിൽ അല്ലാഹ്, രക്ഷിതാവായ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വരുന്നില്ല. ഈ മക്കളുടെ മനസ്സിൽ അല്ലാഹ് സ്ഥാപിച്ചു കൊടുക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പാലായിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് മലബാറിൽ നിന്നായിരിക്കും. എൻ്റെ മോള് താമസിക്കുന്നത് എവിടെയാണ്? ഏത് വീട്ടിലെ പേയിങ് ഗസ്റ്റാണ്? എൻ്റെ മോൻ ജുമയ്ക്ക് എവിടെ പോണത്? എൻ്റെ മോന് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അത് എൻ്റെ മോൻ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്നുള്ള പ്രശ്നമല്ല. എൻ്റെ മോൾക്ക് ദീനിയായ ചിട്ടുണ്ടോ എന്ന് പ്രശ്നമല്ല. എനിക്ക് ഒന്നുകിൽ പാലായിൽ കിട്ടണോ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ കിട്ടണോ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് കിട്ടണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ കിട്ടണോ, അല്ലെങ്കിൽ ചെന്നൈയിൽ കിട്ടണം, അല്ലെങ്കിൽ ഡൽഹിയിൽ കിട്ടണം. എനിക്ക് എന്തേ വേണ്ടൂ? എൻ്റെ മകൾക്കൊരു കോഴ്സ് പാസ്സായിട്ട് എൻ്റെ മോൾ ഡോക്ടർ ഓർ എഞ്ചിനീയർ ആവണം. അത്രേ ഉള്ളൂ. അവൾക്ക് സ്വർഗം അതൊന്നും നമ്മുടെ അജണ്ടയിലില്ല. അള്ളാന്റെ പൊരുത്തം അത് നമ്മൾ അജണ്ടയിലില്ല. മുത്തുനബിതങ്ങളുടെ ഇഷ്ടം അതൊന്നും പ്രശ്നമല്ല. ഈ രീതിയിലേക്ക് നമ്മുടെ സമുദായത്തിന്റെ മൈൻഡ് മാപ്പ് ചെയ്തിരിക്കുന്നു. ഈ രീതിയിലേക്ക് സമുദായത്തിന്റെ മനസ്സുകൾ മാപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ 100% ആളുകളെയും ആക്ഷേപിച്ചെന്ന് നിങ്ങൾ പറയരുത്. ഈ പറയുന്ന ക്യാമ്പസുകൾ, ക്യാമ്പസിന്റെ പരിസരങ്ങളൊക്കെ നേരിട്ട് അറിയാനും ചിലപ്പോൾ നമ്മളെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഇന്നാലില്ല എന്താപ്പോ പാതിരാത്രിയിൽ, രാത്രിയിൽ ട്രെയിനിൽ 18കാരിയായ മോളെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടിട്ട് വാപ്പ വലിയ ഗമയിൽ വന്നിട്ട് പ്രവാസിയായിട്ട് വീട്ടിൽ താമസിക്കുക. നിങ്ങളുടെ മോള് 12 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം ഇന്ന സ്ഥലത്ത് എത്താൻ. ആരുടെ കൂടെ പോയി? അവളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഏത് ലോകത്തവർ താമസിക്കുന്നു? അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ നാടിന്റെ തെരുവോരങ്ങളിലൂടെ കുമാരന്മാര് നിർബാധം അവരുടെ ഇഷ്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക മീഡിയ സംസ്കാരങ്ങളുടെ ലോകത്ത് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെ എല്ലാ സദാചാരത്തിന്റെ സീമകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ആരാണ് അല്ലാഹ് എന്ന ചിന്ത ഇവിടെ വളർത്താൻ ആളുകൾ എവിടെ? അരമനയുടെ അകത്തളത്തിലിരിക്കുന്ന ഉമ്മാക്ക് സദാചാരം പറയാൻ വയ്യ. കാരണം അവരുടെ ലൈഫ് ബാക്ക്ഗ്രൗണ്ട് എന്തോ സംഭവിച്ചിരിക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ കുടുംബിനികളുടെ കഥ പറയേണ്ടതില്ല, കുടുംബിനികളുടെ കഥയും പറയേണ്ടതില്ല. എന്താ കുടുംബജീവിതങ്ങളുടെ എല്ലാം മോറൽ ബാലൻസുകൾ നഷ്ടപ്പെട്ടു പോയി, സദാചാരപരമായ ചിന്തകളെല്ലാം പോയി. ഏതൊക്കെയോ ലോകത്താളുകൾ മോഹങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. മോനെ, ഈ ജീവിതം മുഴുവനും ഒരു നാൾ അവസാനിക്കുന്നതാണ്. ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു വാർത്തയുണ്ടാകാം. അതെന്താണെന്നല്ലേ? ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ ഒമേനല്ലൂരിൽ നിന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് കച്ചവട സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയ 5 ചെറുപ്പക്കാര് അവര് സാധനങ്ങൾ എടുത്ത് മടങ്ങി വരികയാണ്. ഇന്നാലില്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയപ്പോ ആ അംബാസഡർ ലോറിയോട് കൂട്ടിയിടിക്കുകയാണ്. അതാ 17ഓ 18ഓ വയസ്സുള്ള ഷുഐബ് എന്ന ചെറുപ്പക്കാരനുണ്ട്. 18നും 23നും വയസ്സിന് ഇടയിലുള്ള 5 യുവാക്കളാ. അവിടെ വെച്ച് തൽക്ഷണം 4 പേരും മരണപ്പെട്ടു പോയി. അബ്ദുൽ ജലീൽ എന്ന ചെറുപ്പക്കാരൻ അതിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ഷുഐബ് എന്ന ചെറുപ്പക്കാരൻ ബികോമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നയാളാ. അതാ 5 കുടുംബങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടവരാ. അതാ 4 പേര് സ്പോട്ടിൽ മരണപ്പെട്ടു പോയി. അടുത്ത ദിവസം സജ്ജാദ് എന്ന് പറയുന്ന 5ാമത്തെ ആളും മരണപ്പെട്ടു പോയി. ഞാൻ ആ വീടുകളിലേക്ക് ചെല്ലുമ്പോ ഷുഐബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വാപ്പ നമ്മളുടെ സ്ഥാപനങ്ങളിൽ പലവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. അവിടെയുള്ള സേവന പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന ആളാണ്. അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ പെങ്ങൾക്ക് ബോധം വരുന്നില്ല. ഒരു പെങ്ങളെ ഉള്ളൂ ഷുഐബിന്. 2 മക്കളാ അദ്ദേഹത്തിനുള്ളത്. ആ കുടുംബത്തിന്റെ വലിയ സ്വപ്നമാ ഷുഐബ്. അള്ളാന്റെ വിളി വന്നപ്പോ അതൊന്നും തടസ്സമല്ല. അത് കഴിഞ്ഞിട്ട് സജ്ജാദ് എന്ന 23കാരനായ ചെറിയ ജോലിയെടുത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ വാടക വീട്ടിൽ താമസിക്കുന്ന ഉപ്പയും ഉമ്മയും നിന്ന് കരയുകയാ. ഈ കുടുംബത്തിന്റെ ഏകാവലംബമായ യാത്രയായി പോയത്. ഇതുപോലെ എത്രയെത്ര സ്വപ്നങ്ങളാ വാടിക്കരിഞ്ഞു റോഡുകളിൽ തകർന്നു പോകുന്നത്. യുവാവേ, എന്റെയും നിന്റെയും ജീവിതം എവിടെയാണ് അവസാനിക്കുക എന്നറിയില്ല. രക്ഷപ്പെടാനുള്ള ഒരു വഴിയേ ഉള്ളൂ. അല്ലാ എന്ന വിചാരത്തിനല്ലാതെ വേറൊരു രക്ഷയില്ല. നമ്മുടെ താൽക്കാലികമായ ലോകത്തെ വടംവലികൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നത് അല്ലാഹ് എന്ന ഒരു ചിന്ത മനസ്സിൽ വേണേ. അതാഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയാണ്, മോളെ, എന്റെ ശരീരം നരകത്തിലിടല്ലേ മോളെ, നീയും നരകത്തിൽ വീഴല്ലേ പെങ്ങളെ. 2 പേരും ഇരുന്ന് കരയുകയാണ്. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ വരികയാണ്. ആ കൂട്ടുകാരും വന്നപ്പോ 2 പേര് കരയുന്നത് കണ്ട് അവരും ഇരുന്ന് കരയുകയാ. ഏറെ നേരം അവരിന്ന് കരഞ്ഞു കഴിഞ്ഞെല്ലാവരും എഴുന്നേറ്റുപോയി. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ സഹോദരനായ അതാ എന്നവരോട് കാര്യമെന്താണെന്ന് അന്വേഷിക്കാൻ മനസ്സനുവദിച്ചില്ല. എന്തിനാണ് ഈ പെണ്ണ് വന്നതെന്ന് ചോദിക്കാൻ അവിടുത്തെ മനസ്സ് അനുവദിച്ചില്ല. യാത്രകൾ മുന്നോട്ട് പോയി. പിന്നീടൊരിക്കൽ ഈജിപ്തിൽ ചെല്ലുമ്പോൾ സുലൈമാൻ ഇബ്നു യസാർ എന്നവരും അതാ എന്നവരും ഒരേ റൂമിൽ കിടന്നുറങ്ങുകയാണ്. പാതിരാത്രിയായപ്പോൾ
അതാ എന്നവർ ചാടി എഴുന്നേറ്റു, കരയാൻ തുടങ്ങി. അപ്പോൾ സുലൈമാൻ ഇബ്നു യസാർ എന്നവർ നീ അവരുടെ മഹത്വം പറയാൻ വേണ്ടി പിന്നീട് വെളിപ്പെടുത്തിയപ്പോഴാണ് നമുക്ക് വിവരം കിട്ടുന്നത്. വരട്ടെ. അതാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് മഹാന്മാരുടെ കൂട്ടത്തിൽ യൂസുഫ് ഇബ്നു യഅഖൂബ് അലൈഹിമസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ യൂസുഫ് നബി നേരിട്ട പരീക്ഷണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. കാരണം കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് രാജ്ഞിയായ സലീഹ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, യൂസുഫേ, എനിക്ക് വഴിപ്പെട്ടു തന്നാൽ കൊള്ളാമെന്ന്. ഫലമ്മാ ഹമ്മത്തു ബിഹി, ആ സലീഹയുടെ മനസ്സിൽ ഒരാലോചന, യൂസുഫ് നബി എന്ന ലോകസുന്ദരനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ ആ സലീഹയുടെ വലയിൽ വീഴാതെ ഇറങ്ങി ഓടിയിട്ട് അള്ളാനെ ഭയന്ന് ചിന്തിച്ചിട്ട് നല്ല വഴിയിലേക്ക് വന്ന നിങ്ങൾ എത്ര വലിയ അപകടഘട്ടത്തെയാണ് തരണം ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതാലോചിച്ച് ഞാനങ്ങ് കരഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാണ് അതായെ കരയുന്നത്? ഞാൻ പറഞ്ഞു, അതേ യൂസുഫ് തങ്ങളെ, തങ്ങൾ വലിയൊരു പരീക്ഷണ ഘട്ടത്തെ മറികടന്നല്ലോ, അതാലോചിച്ചു കരഞ്ഞതാണ്. അപ്പോഴെന്നോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ, ഇതിനേക്കാൾ വലിയ അത്ഭുതമാണ് അബവായിലെ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ബദവിയായ സുന്ദരി പെണ്ണിന്റെ അടുക്കൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വലയിൽ വീഴാതെ രക്ഷപ്പെട്ട കഥ. അത് എന്റെ കഥയാണ്. അതാ എന്നവര് പറയാണ്, എന്റെ കാര്യത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എന്നോട് അത്ഭുതം പറഞ്ഞതാണ്. അപ്പോൾ സുലൈമാൻ തങ്ങൾ ചോദിച്ചു, അല്ല അതാ എന്നവരെ, എന്താണെന്ന് സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞ കഥയാണ്, നിങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നെ എടുത്തുകൊള്ളാൻ പറഞ്ഞു, എന്നെ ഉപയോഗിച്ചു കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഖാലിഖായ റബ്ബിനെ ഭയന്ന് അവന്റെ ശിക്ഷയുടെ വീടാകുന്ന നരകത്തെ പേടിച്ച് അവളിൽ നിന്ന് വിട്ടുനിന്ന കാര്യമാണ് ഈ പറഞ്ഞത്. കൂട്ടുകാരാ, ഈമാൻ എന്ന് പറയുന്ന അടിസ്ഥാന ഘടകം നമ്മുടെ ഖൽബിലുണ്ടായാൽ അത് നന്മയിലേക്ക് നമ്മെ ശക്തിപ്പെടുത്താനുള്ളതാണ്, തിന്മയിൽ നിന്ന് നമ്മെ തിരുത്താനുള്ളതാണ്. ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളെ തഖ്വയിലേക്ക് വിളിക്കാനാണ്, ഹിദായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ്. ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ നാടിന്റെ അധികാരം വാങ്ങാനല്ല, ജനങ്ങളുടെ ഖൽബിൽ ഈമാൻ, അല്ലാഹ്
എന്ന ചിന്ത സ്ഥാപിക്കാനാണ്. ജനങ്ങൾ ദിക്റ് ചൊല്ലണം, ജനങ്ങൾ സ്വലാത്ത് ചൊല്ലണം, ജനങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം, അവരുടെ വിശ്വാസം നേർവഴിക്കാകണം. ഭൗതികമായ താല്പര്യത്തിന് മതത്തെ മറക്കാൻ പാടില്ല. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഹലാലിനെ ഹറാമാക്കാൻ പാടില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അള്ളാഹു വിലക്കിയതിനെ അനുവദിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ഞാനിവിടെ വേദിയിൽ കയറിയപ്പോൾ സംഘാടകർ പറഞ്ഞു SSFന്റെ പ്രവർത്തകനാണെന്ന്. SSF ചെയ്യുന്നത് എന്താണ്? ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരെ, അവര് തെറ്റിലേക്ക് വഴുതി പോകേണ്ട പ്രായത്തിലുള്ള ആളുകളെ തഖ്വയിലായി നിലനിർത്താൻ വേണ്ട ഉപദേശങ്ങൾ നൽകുന്നു, വേണ്ട പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. കേരളത്തിലെ നൂറുകണക്കിന് വരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ മുറ്റത്ത് റാഗിങ് നടക്കുമ്പോൾ, അടിച്ചോണ്ട് പോക്ക് നടക്കുമ്പോൾ, പിടിച്ചുപറി നടക്കുമ്പോൾ, അവിടെയെല്ലാം SSFന്റെ പേരിൽ ഒരു 10 ചെറുപ്പക്കാരെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവര് റബീഉൽ അവ്വൽ വരുമ്പോൾ മൗലിദ് ഓതുകയാണ്. അവര് രാവിലെ ഇന്റർവെല്ലിന്റെ സമയത്ത് പോയി ളുഹാ നിസ്കരിക്കുകയാണ്. അവർ ഉച്ചയ്ക്ക് പരമാവധി ജമാഅത്തായി ളുഹർ നിസ്കരിക്കുകയാണ്. അവരവരുടെ ജീവിതം പരമാവധി അള്ളാഹുവിന്റെ പ്രീതിയിൽ ചിട്ടപ്പെടുത്തുകയാണ്. എനിക്കറിയുന്ന എത്രയോ നല്ല SSFന്റെ കുട്ടികളുണ്ട്. അവര് വിവിധങ്ങളായ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, മറ്റ് മാനേജ്മെന്റ് സ്റ്റഡീസിനടക്കമുള്ള കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. അവര് അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ താലോലിച്ച് പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് പരമാവധി സുന്നത്തുകൾ ഹയാത്താക്കി തഖ്വയോടെ ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരെയാണ് മാഷാ അല്ലാഹ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് രൂപപ്പെടുത്തിയിട്ട് അവരെ കാത്തരുളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ള ഇൽമിന്റെ ദർസിനെ നിങ്ങൾ സഹായിക്കണം. അതിനു വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം. നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും ആ മക്കൾ അവിടെ ഇരുന്ന് ഹദീസ് ഓതുന്നുണ്ടാകാം, ഫിഖ് പഠിക്കുന്നുണ്ടാകാം. നമ്മൾ വീട്ടിൽ സുബഹിക്ക് ചിലപ്പോൾ വൈകി എഴുന്നേൽക്കുമ്പോഴും ഓമന മക്കളതാ സുബഹിക്ക് എഴുന്നേറ്റ് ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്. ഈ നാട്ടിന് മുഴുവനും കാവലാണ് ഈ നാട്ടിൽ നടക്കുന്ന ദർസ്. അതുകൊണ്ട് എല്ലാവരും ആ ദർസിനെ പരിപോഷിപ്പിക്കാൻ, വളർത്തിക്കൊണ്ടുവരാൻ അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി നമ്മുടെ നാട്ടിൽ ഈമാനുള്ള കുറെ കൽബുകൾ ഉണ്ടാവണം. അല്ലാഹ് എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സുകൾ വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ചെറുപ്പക്കാരാ, ഞാനും നീയും നമ്മുടെ യുവത്വം കൊണ്ട് തോന്നിവാസം കാണിക്കാനുള്ളതല്ല, സിനിമ കണ്ട് കണ്ണ് കേടുവരുത്താനുള്ളതല്ല, ആരോഗ്യ തിളപ്പിൽ ഇഷ്ടമുള്ള ബഹളങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല. നമുക്കൊരു രക്ഷിതാവുണ്ട്, നമുക്കൊരു നേതാവുണ്ട്, നമുക്കൊരു ഗ്രന്ഥമുണ്ട്, നമുക്കൊരു ജീവിത വ്യവസ്ഥിതിയുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാനാവുക, ഇഷ്ടദാസന്മാരുടെ സ്വർഗം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നല്ല ചിട്ടയോടെ ജീവിക്കണം. ഉമ്മമാരെ, ഔറത്ത് തുറന്നിട്ട് നടക്കല്ലേ. ബോഡി ഷേപ്പ് വസ്ത്രം ധരിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ വിശേഷങ്ങൾ മറ്റുള്ളവരെ അറിയിക്കല്ലേ. തെരുവ് തെണ്ടികളായോ കമ്പോളം മുഴുവനും കറങ്ങി നടക്കുന്നവരായോ നിങ്ങളും മാറല്ലേ. ഇന്ന് 2 വീലറുകൾ ചീറിപ്പായുകയാണ്. ഈ സമുദായത്തിന്റെ പെൺകുടികളാണ് തെരുവോരങ്ങളിൽ മുഴുവനും. ഇന്നാ ലില്ലാഹ്,
നാണം എന്ന് പറയുന്ന പെണ്ണിന്റെ ആഭരണം എവിടെയോ വലിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട മകൾക്ക് ആക്റ്റീവ വാങ്ങിക്കൊടുത്തിട്ട് ഡമ്പ് കാണിക്കുന്ന വാപ്പാ, ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ കറങ്ങാൻ ടൂ വീലർ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവേ, അതുപോലെ സഹോദരിയുടെ ഇരുചക്ര വാഹന യാത്രയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന സഹോദരാ, നീ ഏത് പ്രവാചകരുടെ അനുയായിയാണ്? നീ ഏത് മതത്തിന്റെ വിശ്വാസിയാണ്? നീ ഏത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ആളാണ്? ഒരു സ്ത്രീ അവൾ അലങ്കാരമാണ്, അവൾ സൗന്ദര്യമാണ്, അവൾ രത്നമാണ്, അവളെ പാലിക്കേണ്ടതുപോലെ പാലിക്കേണ്ടവളാണ്. അവൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം നേടാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ അവൾക്ക് റബ്ബ് കൊടുത്ത പരിധിയുടെ ഉള്ളിൽ നിന്ന് ചെയ്യാവുന്നവളാണ്. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ പിന്നീടുള്ള സ്വഹാബിമാരെല്ലാം വന്ന് ഫത്വ ചോദിച്ച മഹദിയല്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹ ഖലീഫയായില്ല, ഒരു പ്രവിശ്യയുടെയും ഗവർണറായില്ല. എല്ലാ ഖലീഫമാരും അറിവന്വേഷിച്ച് മഹദിയുടെ വാതിൽക്കൽ വന്നിട്ടുണ്ട്. പക്ഷേ മഹദി ഖലീഫയായില്ല, പ്രവിശ്യയുടെ ഗവർണറായില്ല, മദീനത്തെ പള്ളിയിൽ ഖുതുബയ്ക്ക് വന്നില്ല, ഇമാമത്തിന് വന്നില്ല, തെരുവിൽ പ്രസംഗിക്കാൻ ഇറങ്ങിയില്ല, അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് അവരിടകലരാൻ വന്നില്ല. കാരണം അള്ളാഹുവിന്റെ നിയമം അതാണ്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം അങ്ങനെയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. അവര് പോയ സ്വർഗമല്ലേ നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടത്? അവര് പോയ സ്വർഗമല്ലേ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടത്? അവര് പോയ സ്വർഗമല്ലേ നിന്റെ പെങ്ങൾക്ക് വേണ്ടത്? അവര് പോയ വീടല്ലേ നിന്റെ മകൾക്ക് വേണ്ടത്? എന്നിട്ടെന്തേ ഈ ആലോചന നമുക്ക് വരാത്തത്? തഖ്വയോടെ മക്കളെ വളർത്താത്തത്? അനാചാരങ്ങളിൽ മക്കൾ വീണുപോവുകയാണ്. രക്ഷിതാക്കളുടെ രക്ഷക്കുറവാണ്, അവരുടെ ശ്രദ്ധക്കുറവാണ് പലപ്പോഴും ഇതെല്ലാം വന്നു പോകുന്നത്. അതുകൊണ്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരവും, വനുസുക്കി, എൻ്റെ ആരാധനകളും, വമഹ്യായ, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിന്റെ ഇഷ്ടത്തിലാണ് എൻ്റെ ജീവിതം, ആ റബ്ബിന്റെ ഇഷ്ടത്തിലാണ് എൻ്റെ മരണം, ആ റബ്ബിന്റെ ഇഷ്ടത്തിലാണ് എൻ്റെ വ്യവഹാരം, ആ റബ്ബിന്റെ ഇഷ്ടത്തിലാണ് എൻ്റെ വ്യാപാരം, ആ റബ്ബിന്റെ ഇഷ്ടത്തിലാണ് എൻ്റെ ജോലി വേലകൾ, ആ റബ്ബിന്റെ ഇഷ്ടത്തിലാണ് എൻ്റെ കൂലി വരുമാനങ്ങൾ. ഇതല്ലേ രാവിലെ പ്രതിജ്ഞ ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നത്? ഈ വജ്ജഹ്തു ഓതിയ ഒരു സഹോദരിക്ക് തെരുവിൽ ഇറങ്ങിയിട്ട് അന്യ പുരുഷന്മാരുടെ കൂടെ ഇടകലരാനാവില്ല. ഈ വജ്ജഹ്തു നല്ല നിലക്കോതി ഒരു സഹോദരന് അനാശാസ്യതയിൽ ഇടപെടാനാവില്ല. ഇന്ന് ഓരോന്നും വിശദീകരിക്കാനുള്ള സമയം പോരാ. അല്ലാഹു തആല നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് അടുത്തേക്ക് നിന്നാൽ നമ്മേവരെയും ഖാലിഖായ റബ്ബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും തബറുക്കിന്റെ ഭക്ഷണമുണ്ട്, എല്ലാവരും അത് സ്വീകരിച്ചിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഒന്ന് അടുത്ത് നിന്നാൽ ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ബർക്കത്തിന്റെ ഭക്ഷണം തരും. നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. ഖാലിഖായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. ഖാലിഖായ റബ്ബിന്റെ ദർശനം പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് നൽകുന്ന വലിയ സമ്മാനമാണ്. അതിലേക്ക് നമ്മുടെ കൽബിൽ കൊതിയുണ്ടാവണം. 5 നേരത്തെ നിസ്കാരം അത് നല്ല ശ്രദ്ധയോടെ നിർവഹിക്കണം. അതുപോലെ നമ്മുടെ ജീവിതം തഖ്വയിലായി ചിട്ടപ്പെടുത്തണം. ഹറാമായ ഒരു കാഴ്ചയും നമ്മളിൽ വരരുത്. ഹറാമായ ഒരു ചിന്തയും നമ്മളിൽ വരാതെ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, 18-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയാണ്. യമനിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ട മഹാനാണ്. വഅലമു ബിൽ ഹലാലി വൽ ഹറാം, സ്വഹാബാക്കളിൽ നിന്ന് കർമ്മശാസ്ത്ര വിവരങ്ങളിൽ വലിയ അവഗാഹമുള്ള മഹാനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. പലപ്പോഴും നബി തങ്ങളുടെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ആ മുആദ് ബിൻ ജബൽ തങ്ങളോട് പറയാണ്, യാ മുആദ്, മോനെ മുആദേ, ഓരോ നിസ്കാരം കഴിയുമ്പോഴും മോൻ അവിടുന്ന് ചെല്ലാൻ മറക്കല്ലേ മോനെ. എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്. എല്ലാ നിസ്കാരത്തിനു ശേഷവും ഞാനും നിങ്ങളും ഇത് പതിവാക്കേണ്ടതാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ ഞങ്ങളെ നീ സഹായിക്കണം. കാരണം നിന്നെ ഓർക്കുമ്പോഴാണ് ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാനാവുക. നിന്നെ ഓർക്കുമ്പോഴാണ് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക. നിന്നെ ഓർക്കുമ്പോഴാണ് തഖ്വയുണ്ടാവുക. നിന്നെ ഓർക്കുമ്പോഴാണ് നിന്നെ കാണാനുള്ള കൊതി വരിക. നിന്നെ ഓർക്കുമ്പോഴാണ് നിന്റെ സ്വർഗത്തോട് ആശ വരിക. നിന്നെ ഓർക്കുമ്പോഴാണ് നിന്റെ നരകത്തിൽ നിന്ന് പേടി വരിക. നിന്നെ ഓർക്കുമ്പോഴാണ് നിന്റെ ശിക്ഷയിൽ നിന്ന് ബേജാറ് വരിക. അതുകൊണ്ട് അല്ലാഹ്, നിന്നെ ദിക്റ് ചെയ്യാൻ എന്നെ സഹായിക്കണം. അഇന്നി അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ എന്നെ സഹായിക്കണം. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കിഡ്നി രോഗിക്ക് വേണ്ടി ദുആർക്കാൻ എന്നോട് പറഞ്ഞു. ആ രോഗം എനിക്കില്ലാത്തത് എൻ്റെ ഇബാദത്ത് കൊണ്ടല്ല, എൻ്റെ സ്വതക്ക കൊണ്ടല്ല, എൻ്റെ ഇൽമു കൊണ്ടല്ല, ഖാലിഖായ റബ്ബിനെ കാത്തത് കൊണ്ടാണ്, അവന്റെ മഹ്ളായ ഫള് കൊണ്ടാണ്. എൻ്റെ പ്രായമുള്ള എത്രയോ ക്യാൻസർ രോഗികളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗികളുണ്ട്, പല വിധത്തിലുള്ള രോഗികളുമുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നത് എൻ്റെ ഇൽമു കൊണ്ടല്ല, എൻ്റെ ആരോഗ്യം കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, ഖാലിഖായ റബ്ബിന്റെ മഹ്ളായ ഫളാണ്. ഈ നിൽക്കുന്ന ഓരോരുത്തരും നിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴാ റബ്ബിനോട് നമുക്ക് ശുക്ർ വേണം. അല്ലാ, ഇത്രയും കാലം ഞങ്ങളെ നീ ഇങ്ങനെ കാത്തരുളിയല്ലോ റബ്ബേ, ഇനിയും ഞങ്ങൾക്ക് നിന്റെ കാവല് വേണം അല്ലാ. നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് നീ നിറച്ചു തരണം റഹ്മാനേ. അപ്പ റബ്ബിനോട് ശുക്ർ വേണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണം, അള്ളാഹു തരുന്ന നിഅമത്തിനോട് ശുക്ർ വേണം. എന്നിട്ടോ നിനക്ക് അനുസരിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് വേണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള നല്ല മനസ്സ് വേണം. അതാ എത്രയോ മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു, ഒരു പേജ് ഖുർആൻ ഓതാനുള്ള നേരമില്ല.
ആയിരക്കണക്കിന് മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. ആളുകൾക്ക് ഹലാലും ഹറാമും നോക്കാതെ, മറ്റുള്ളവന്റെ രഹസ്യം പൊളിക്കുന്നതിന്റെ അപകടം ചിന്തിക്കാതെ, ആക്ഷേപിക്കുന്നതിന്റെ ഗൗരവം അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ ഭയക്കണം. ഇത് മുഴുവനും റബ്ബിന്റെ മുമ്പിൽ റെക്കോർഡാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഓതാനുള്ള നേരം കണ്ടെത്തണം, ദിക്ർ ചെയ്യണം, ഇബാദത്ത് ചെയ്യണം. എത്ര നേരം നോക്കിയിരുന്നാലും സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പം മടുപ്പില്ല. പള്ളിയിൽ വന്നാൽ വേഗം ഇറങ്ങിപ്പോകണമെന്ന മനസ്സാണ്. ജുമഅ കഴിഞ്ഞാൽ വേഗം പുറത്ത് ചാടാനുള്ള ചിന്തയാണ്. നമ്മുടെ ഉള്ളവിടെ അടങ്ങിയിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ വീട്ടിലിരിക്കുന്നതിന്റെ ആനന്ദം അറിയുന്നില്ല, അതനുഭവിക്കാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ ഉള്ളിൽ ഒരനക്കമുണ്ടോ? പ്രതീക്ഷയുണ്ട്. എന്ന് പറയുമ്പോ കൽബിന്റെ ഉള്ളിൽ ഒരു ചലനമുണ്ടോ? പ്രതീക്ഷയുണ്ട്. എന്ന ജലാലത്തിന്റെ ഇസ്മ കേൾക്കുമ്പോൾ ഒരു ചലനവും വരുന്നില്ലേ? കാര്യം കഷ്ടമാണ്, വിഷയം സങ്കടമാണ്, ജീവിതം ദുരിതമാണ്. അതുകൊണ്ട് നല്ല കൽബ് പാകപ്പെടുത്തിയെടുക്കണം. ഒരു മേനിമിടുക്കിനും പ്രസക്തിയില്ല, ഒരാരോഗ്യത്തിനും പ്രസക്തിയില്ല. അസ്റായീല് വന്നാൽ എല്ലാം തുല്യം തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്ന് ഞാൻ എന്നോട് വഅദ് പറഞ്ഞ് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അള്ളാഹു നമ്മെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തി ഒരുപാട് തവണ മദീനയിലെത്തണം, ഒരുപാട് തവണ കിനാവിൽ കാണണം, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണണം. അള്ളാഹുവിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്കൊന്ന് മരണപ്പെടണം. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുപോയിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീ പുറത്തു തരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണം ഒരുപാട് തവണ ഞങ്ങൾ തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു, മനസ്സ് സങ്കടപ്പെട്ടു. പിന്നെയും അമ്മാറത്തും ബിസ്സുആയ നഫ്സ് ഞങ്ങളെ തെറ്റിലേക്ക് വലിക്കുകയാണ്. ഞങ്ങൾ വീണുപോവുകയാണ്, ഞങ്ങൾ വഴുതിപ്പോവുകയാണ്. ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളോട് ഞങ്ങളുടെ നഫ്സ് ഞങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങളെ നീ തന്നെ നിനക്ക് ത്വാഅത്തിലുള്ളൊരു കൽബാക്കി തരണം, ഒരു ജസദാക്കി തരണം. ഞങ്ങളുടെ ബദനുകൾ നിന്റെ ത്വാഅത്തിലായി വഴിപ്പെടുന്നതാക്കി നീ ഔദാര്യം ചെയ്യണം. ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. ഇനി ഞങ്ങളെ മഅസിയത്തുകളിലേക്ക് മടക്കാതെ ഖൈറിലേക്ക് ഞങ്ങളെ നിലനിർത്തി തരണം